എവിടെ പോയതാ? കുതിരപ്പുറത്താണ് സാധനം വാങ്ങാൻ പോകുന്നത്. അപ്പൊ എവിടെ വീട്? ഇവിടെ അടുത്ത് തന്നെയാ? ഓക്കെ. അപ്പൊ കുതിരനെ ഒന്ന് പരിചയപ്പെടുത്തോ? ആളെ പേരെന്താ? ഓടിക്കുന്ന ആളെ പേര്? അപ്പൊ ഡീറ്റെയിൽ ഒന്ന് പരിചയപ്പെടുമോ? കുതിരേനെ ആളെയൊക്കെ ഒന്ന് പരിചയപ്പെടണം ഞങ്ങൾക്ക്. ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ കുതിര പോയപ്പോ ഇങ്ങനെ കണ്ടതാണ്. ഹായ് ബബിത. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം നമ്മൾ കുതിരനെ. അപ്പോൾ ഇതാരാ അടുത്തേക്കുന്നത്? അനിയത്തി. ഇപ്പൊ ഞങ്ങൾ ക്ലബ്ബ് റേസ് ചെയ്തത് ട്രെയിനറായിട്ട്. നിങ്ങൾക്ക് ക്ലബ്ബൊക്കെ ഉണ്ടല്ലേ? ആ ക്ലബ്ബ് ഉണ്ട്, സ്പോർട്സ് ക്ലബ്ബ് വയനാട് ഹൂപ്പ് ഹെവൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലബ്ബ് റേസ് ചെയ്തു. അപ്പോൾ ക്ലബ്ബില് ട്രെയിനായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാരാണ്? അടുത്തത് ഷിയോൺ. ഒന്ന് ഹായ്. അപ്പൊ നിങ്ങൾ മൂന്നുപേരും കൂടി ക്ലബ്ബ് നടത്തുന്നത്? അതെ, ക്ലബ്ബ് മെമ്പേഴ്സ് കുറെ പേരുണ്ട്. ഇവർ രണ്ടുപേരും ട്രെയിനേഴ്സ് ആയിട്ട് ഇൻസ്ട്രക്ടർ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ എങ്ങനെയാ ട്രെയിനിങ്ങിന്റെ ടൈമിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ട്രെയിനിങ് ടൈം നമുക്ക് രാവിലെ പുറത്തുനിന്നൊക്കെ നമുക്ക് കുറച്ച് ദൂരെ നിന്നൊക്കെ വലിയ ആൾക്കാർ വരുന്നുണ്ട്. അവർക്കുള്ള ടൈമായിട്ട് നമ്മൾ 7 to 9 ആണ് മോർണിംഗ്. പിന്നെ പിള്ളേർ വരുന്നവർക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് രാവിലെ 4 to 6 അങ്ങനെ ഇപ്പൊ നമ്മളിവിടെ ക്ലാസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് കുതിരേനെ നമുക്ക് ഡീറ്റെയിൽ ആയിരുന്നു പരിചയപ്പെടണം. ആളുടെ പേരൊന്നും അറിയോ? നേരത്തെ പറഞ്ഞ എന്താ പേര്? റോക്കി. നമ്മളെ കുതിരേന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയണേ. അപ്പോൾ ആരാ പറയാ? ഓക്കെ. പേരെന്തായിരുന്നു? വിനീത. അപ്പം നമ്മളെ ഇത് ഏതാ? നമ്മളെ ബ്രീഡ് ഏതാ? ഇത് മാർവാരി കത്തിയാരി ക്രോസ് ആണ്. ക്രോസ് ആണല്ലേ ആള്? ഓക്കെ. ഇപ്പോൾ നിങ്ങളടുത്ത് എത്തിയിട്ട് എത്ര വർഷമായി? 1.5 വർഷമായി. ഓക്കെ. ഇതിന്റെ ഫുഡും കാര്യങ്ങളും എങ്ങനെയാണെന്ന് പറയാമോ? അതിന് രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ ഭക്ഷണം കൊടുക്കും. നമുക്ക് അത് ഇവർക്ക് തീറ്റയുണ്ട്, കൈത്തീറ്റയുണ്ട്. ബൂസ എന്ന് പറയും. ബൂസ എന്ന് പറയാം. ബൂസ എന്നാണ് തീറ്റയുടെ പേര്. പിന്നെ നമ്മൾ പുല്ലുണ്ട്, പുല്ലും കൂടെ അരിഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്കും. പുല്ല് എന്ന് ഞാൻ പറയുന്നത് എല്ലാ നമ്മൾ ഈ ഗ്രൗണ്ടിൽ കാണുന്ന എല്ലാ ടൈപ്പ് പുല്ലും തിന്നോ, അല്ലെങ്കിൽ ഇതിന് സെപ്പറേറ്റ് എന്തെങ്കിലും പുല്ലുണ്ടോ? ഇവർക്ക് സെപ്പറേറ്റ് വേറെ പുല്ലുണ്ട്. പിന്നെ നോർമലി ഉള്ള എല്ലാം ഒന്നും തിന്നില്ല, ചില പുല്ലുകളുണ്ട് ഇവർക്ക് തിന്നുന്നത് നോർമലി. നമ്മൾ പുറത്ത് മേടിക്കുക ചെയ്യാം. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ള മെയിനായിട്ട് നമ്മൾ ഈ റൈഡിങ്ങിന്റെ സമയത്ത് എത്ര മണിക്കൂർ മുന്നേ ഇവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുക? ഒരു 1 hour ഗ്യാപ്പ് വേണം. ഫുഡ് കഴിഞ്ഞിട്ട് 1 hourന്റെ ഗ്യാപ്പ് വേണം. എന്നാലും നമുക്ക് റൈഡിങ് സ്മൂത്ത് കിട്ടും. ഏതൊക്കെയാണ് നമ്മൾ ഇവർ മുഖത്തിട്ടിരിക്കുന്ന ബെൽറ്റിന് എന്താ പറയാ? മുഖത്തിട്ടിരിക്കുന്ന മൊത്തത്തിൽ പറയാ ബ്രൈഡൽ സെറ്റ് എന്നാ പറയാ. ബ്രൈഡൽ സെറ്റ്. നമ്മള് ഇത് ട്രെയിൻസ്. ഇതാണ് നമ്മളെ ഗിയർ എന്ന് പറയുന്ന സംഭവം. എന്താ ഗിയർ? ഇത് തന്നെയാണ് നമ്മളെല്ലാ ഗിയറും ചേഞ്ച് ചെയ്യുക. നമുക്ക് അവരുടെ ഗിയർ ശരിക്കും കമാൻഡ് ആണ്. നമ്മൾ കമാൻഡ് കിക്ക് ചെയ്യുന്നതുമാണ് അവർക്കുള്ള. ഇത് നമ്മൾ വലത്തോട്ട് ഇടത്തോട്ടൊക്കെ തിരിയുന്നത് എങ്ങനെയാണെന്ന് പറയാം? വലത്തോട്ട് തിരിക്കാൻ നമ്മളിതാ വലത്തോട്ട് ഇങ്ങനെ വലിച്ചാൽ തിരിഞ്ഞു. ഇടത്തോട്ട് വലിക്കുമ്പോൾ പെട്ടെന്ന് റൈഡ് ചെയ്ത് പോകാൻ നമുക്ക് നിൽക്കണമെങ്കിൽ എങ്ങനെയാ? ജസ്റ്റ് ബാക്കോട്ട് വലിച്ചാൽ മതി. അപ്പോൾ സ്റ്റോപ്പ് ആവും. ഓക്കെ. അടുത്തത് നമ്മൾ കിറ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മൾ ഇരിക്കുന്ന ഇത് സാഡിൽ എന്ന് പറയും. സാഡിൽ സീറ്റ് നമ്മൾ സാഡിൽ പറയും. ഇത് അതിൻ്റെ അടിയിലിട്ടിരിക്കുന്ന പാഡ്, സാഡിൽ പാഡ്. പിന്നെ കാല് വെച്ചിരിക്കുന്നതിന് നമ്മൾ ഇത് കുറേ ആൾക്കാർ ഫുഡ് റെസ്റ്റ് എന്നൊക്കെ പറയും. കറക്റ്റ് പേര് സ്റ്റിറപ്സ് എന്ന് പറയാം. അപ്പോൾ ഈ കാലിൽ നമ്മൾ കെട്ടിയിരിക്കുന്നത് എന്തിനാ? ഇത് പട്ടീസ്. ഇത് ശരിക്കും കുതിര ഓടുമ്പോൾ കുറച്ച് സ്പീഡിലൊക്കെ ഓടുന്ന സമയത്ത് 2 കൈയോ കാലും തമ്മിൽ കൂട്ടിയിടിച്ച് അങ്ങനെ ഡാമേജസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നത്. ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ വയനാട്ടിലെ ഫസ്റ്റ് ഹോഴ്സ് റൈഡിംഗ് ക്ലബ്ബാണ് നമ്മളുടെ. വേറെ കറന്റിൽ ഇപ്പോൾ ഒന്നുമില്ല. പക്ഷെ വയനാട്ടിൽ ഇഷ്ടംപോലെ ഹോഴ്സസ് ഉണ്ടെങ്കിലും ഫസ്റ്റ് ഗവൺമെന്റ് രജിസ്റ്റേർഡ് ക്ലബ്ബ് നമ്മുടെയാണ്, നിങ്ങളുടെയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എങ്ങനെയാണ്? അതിന്റെ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോഴ്സ് കമ്പയർ ചെയ്തിട്ടുള്ള എന്ത് പ്രോഗ്രാംസും നമുക്ക് കണ്ടക്ട് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഫ്യൂച്ചർ പ്രോഗ്രാമും കാര്യങ്ങളും എങ്ങനെയാണ്? ഫ്യൂച്ചർ പ്രോഗ്രാംസ് നമ്മുടെ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ റേസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് മെയിൻ ഡ്രീം. വയനാട്ടിൽ ഒരു റേസ് കണ്ടക്ട് ചെയ്തിട്ടില്ല. എന്തായാലും നടക്കട്ടെ. അതിനുള്ള ലൈസൻസ് നമുക്ക് ക്ലബിൽ രജിസ്ട്രേഷനിലുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് താല്പര്യപ്പെടുന്ന പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂൾസിൽ നമ്മൾ ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്കൂൾസിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും സ്കൂളുകളൊക്കെ ചെയ്തു തുടങ്ങിയോ? നമ്മൾ ലാസ്റ്റ് ഇയർ 2 സ്കൂൾസൊക്കെ വെക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ കേരളത്തിലല്ല, തമിഴ്നാട്ടിൽ ഈ വരുന്ന 22-ാം തീയതി മുതൽ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഉപ്പട്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഭാരത് മാത എന്നാണ് സ്കൂളിൻ്റെ പേര്. അവരുടെ മാനേജ്മെൻ്റ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ലൈക്ക് എന്താ പറയുക, മെയിൻലി അവർ തന്നെ പൈസ മുടക്കി പിള്ളേരെ പഠിപ്പിക്കുന്നത്, അതായത് താല്പര്യമുള്ള പിള്ളേരെ സെലക്ട് ചെയ്തിട്ട് അവർ തന്നെ ക്യാഷ് മുടക്കി പഠിപ്പിക്കുന്ന രീതിയാണ് അവിടെ ഇപ്പോൾ കറൻ്റ് നമ്മൾ അറിഞ്ഞെടുത്തോളം കേട്ടോ. അപ്പോൾ ഈ 22nd അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ 22-ാം തീയതി 10 ദിവസത്തെ ക്യാമ്പിന് അങ്ങോട്ട് പോകും. സ്ഥലം എവിടെയാണ്? നമ്മൾ ആൾക്കാർ എവിടെയാണ്? നമ്മളിപ്പോൾ കറൻ്റ്ലി ക്ലാസ്സസ് കൊടുക്കുന്ന കല്ലൂരാണ്.
കല്ലൂർ മുത്തങ്ങേൻ്റെ അടുത്ത്, സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് കല്ലൂർ. ഓക്കെ. അവിടെ നമുക്ക് രാവിലെ വൈകുന്നേരം ബാച്ച് ഉണ്ട്. അതിൽ വലിയ ആൾക്കാരും ഉണ്ട്, ചെറിയ പിള്ളേരും വരും. ഒറ്റ സ്ഥലത്ത് മാത്രമേ നിങ്ങൾ നടത്തുന്നു വയനാട്ടിൽ? റീസെന്റ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നുള്ളൂ. ഈ വെക്കേഷൻ നമ്മൾ സെന്റ് മേരീസ് ഗ്രൗണ്ടിലേക്ക്, സെന്റ് മേരീസ് എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിക്ക് അടുത്ത്, സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഗ്രൗണ്ടിലേക്ക് നമ്മൾ പയ്യെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഫീസും കാര്യങ്ങളും എങ്ങനെയാ അതൊന്ന് പറയുമോ? വലിയ ആൾക്കാർക്ക് അങ്ങനെ, വലിയ ആൾക്കാർക്ക് ചെറിയ ആൾക്കാർക്കൊന്നും ഒന്നുമില്ല. ഹോഴ്സ് റൈഡിങ്ങിന് ഒറ്റ ഫീസാണ്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന 2 രീതി ചെയ്യുന്നുണ്ട്. അത് ഇതിന്റെ കൺട്രോളിങ് പാൻറ് അനുസരിച്ചിട്ടാണ്. അത് 5,000 കോഴ്സും ഉണ്ട്, 10,000 കോഴ്സും ഉണ്ട്. അതിന്റെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളൊരു റൈഡ് ചെയ്യുന്നതിന്റെ അതൊന്ന് പറഞ്ഞു തരുമോ? നമ്മൾ സ്പീഡ് പോകുന്ന അങ്ങനെ ഫീസിൽ വ്യത്യാസം? കുതിരാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ അല്ലേ, ട്രാവൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഈ ഹോഴ്സ്. ഇപ്പൊ നമ്മൾ കാറിലേക്കൊക്കെ മാറി. കാറിന് കുറെ ഗിയർ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല, പകരം ഇതിനുണ്ടൊരു 4 ഗിയർ. അത് വോക്ക് ഉണ്ട്, ത്രോട്ട് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 5,000 കോഴ്സ് ആണെങ്കിൽ നമ്മൾ ഈ വോക്കും ത്രോട്ടും മാത്രമേ പിള്ളേർ പഠിപ്പിക്കുള്ളൂ. വോക്കും ത്രോട്ടും എന്ന് പറഞ്ഞാൽ ഏകദേശം കുതിര ജസ്റ്റ് റൺ ചെയ്യും, ബാലൻസ് ചെയ്ത് പോകുന്ന ആ 2 കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതതിന്റെ പുറത്തിരിക്കുന്ന ആളുടെ ഒരു കൺട്രോൾ പോലെയാണ്. ബട്ട് ഇവനിപ്പോൾ നമ്മൾ കറന്റ്ലി ഓടിച്ചിട്ടുള്ളത് ഒരു 23 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓടിച്ചിട്ടുണ്ട്. അതായത് ഇവിടുന്ന് പൂമല വരെ, കലൂരിൽ നിന്ന് പൂമല വരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് നിർത്താണ്ട് മൂപ്പർ ഓടിയിട്ടുണ്ട്. ഒരു 23-24 കിലോമീറ്റർ ഉണ്ടാവും. എല്ലാവരും പാഷനായിട്ട് ഇറങ്ങിയതാണല്ലോ നമ്മൾ റൈഡിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താ പ്രശ്നമായിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം കുറച്ചായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം നിലവിൽ ഇനി ക്ലബും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചാൾ റോക്കിനെയും കൊണ്ട് നടക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ ബികോം കഴിഞ്ഞ് പ്രൈവറ്റ് ഫേമിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഏവിയേഷനിലാണ്. അപ്പോൾ ഇത് നല്ലൊരു പാഷനായിട്ട് ഇവരെ കൂടെ കൂടി അങ്ങനെ ഞാനിപ്പോൾ കറന്റ് വർക്കിംഗ് ആണ്. നമ്മുടെ എല്ലാം കൂടി രജിസ്റ്റേർഡ് ക്ലബ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഫുൾ ടൈം ഇവിടെ നിൽക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ ചെയ്യുന്നു. നല്ലൊരു വീഡിയോ എന്നതിൽ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ക്ലബ്ബൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, അപ്പോൾ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. വിഷിംഗ് യു എ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഓക്കെ, താങ്ക് യു. ന്യൂ ഇയർ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.